പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം രണ്ട് ചിത്രങ്ങൾ വിലായത്ത് ബുക്തയും എക്കോയും, ഈ രണ്ട് ചിത്രങ്ങളിലെ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഞായറാഴ്ച ദിവസം വമ്പൻ കളക്ഷനാണ് എക്കോ നേടിയിരിക്കുന്നത്. എക്കോ ആദ്യ രണ്ട് ദിവസം കൊണ്ട് 2,50 ലക്ഷമാണ് കളക്ഷൻ നേടിയെങ്കിൽ ഞായറാഴ്ച ഒറ്റ ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 2,80 ലക്ഷത്തിലേക്ക് ഉയർന്നു. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. 2,50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഞായറാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. വമ്പൻ കളക്ഷനായിരുന്നു ഞായറാഴ്ച ദിവസം. അത് പ്രത്യേകിച്ച് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ഒരു യുവനടൻ്റെ ചിത്രത്തിന് ഇത്രയോളം റീച്ച് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. പിന്നെ കിഷ്കിന്ധകാണ്ഡൻ ടീം ഒന്നിക്കുന്നു. വിനീത്, അതുപോലെ അശോകൻ, ബിനു പപ്പൻ, നരൻ എന്നിവരെല്ലാവരും കൂടെ ഒന്നിച്ചപ്പം നല്ലൊരു വൈബാണ് കിട്ടിയത്. മികച്ചൊരു ചിത്രമായിട്ട് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്നു. ഒരു വമ്പൻ മെഗാ ഹിറ്റിലേക്ക് ചിത്രം കുതിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 5,30 ലക്ഷമാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം നേടിയത്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 6,75 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ഒരു 9 കോടിക്ക് മുകളിൽ ഏകദേശം 10 കോടിയെങ്കിലും ഈ ചിത്രം നേടിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷൻ പുറത്ത് വന്നിട്ട് ചിത്രങ്ങളെ സംബന്ധിച്ച് വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ചയാണ് ചിത്രങ്ങളുടെ നിലവാരമൊക്കെ മനസ്സിലാകുന്നത് എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഈ എക്കോ എന്ന സിനിമയുടെ കളക്ഷൻ ഇന്നും വമ്പൻ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രീഫെയിൽ ഇനത്തിൽ 38 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോഴും ഏകദേശം 5,000-6,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എക്കോ എന്ന് പറയുന്ന ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 12-13 കോടിയിലേക്ക് ഈ ചിത്രം ഉയരാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ കേരളത്തിൽ നിന്ന് ഏകദേശം 2 കോടിയെങ്കിലും കളക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കൊണ്ട് കേരളത്തിൽ നിന്ന് 7 കോടിയിലേക്ക് ഈ ചിത്രം ഉയരുന്നു. വേൾഡ് വൈഡ് ഈ ചിത്രം ഒരുപക്ഷെ 13-14 കടക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വമ്പൻ വിജയത്തിലേക്കാണ് ഈ കൊച്ചി ചിത്രം മാറുന്നത്. വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വിരാജിൻ്റെ ചിത്രം ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തെപ്പറ്റി വളരെ പ്രതീക്ഷയായിരുന്നു. പിന്നെ അതിൻ്റെ ദൈർഘ്യം ഒരു ഘടകമായി മാറി എന്നാണ് എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ദൈർഘ്യം വെട്ടിക്കുറയ്ക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ച വിവരമാണ് പുറത്തു വിടുന്നത്. നമ്മൾ നേരത്തെ തന്നെ കാന്തയെപ്പറ്റി പറഞ്ഞു. കാന്ത ദൈർഘ്യം ഭയങ്കര കൂടുതലാണ്, ഏകദേശം 3 മണിക്കൂറായിരുന്നു. വിലായത്ത് ബുദ്ധയും അതുപോലെ തന്നെ. ഈ 2 ചിത്രങ്ങളിലെയും ദൈർഘ്യം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിരിക്കുന്നു. അത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരുന്നത്. വിലായത്ത് ബുദ്ധയെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത് നിരാശ കലർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം കൊണ്ട് 2,80 ലക്ഷമാണ് ഈ ചിത്രം കളക്ട് ചെയ്തതെങ്കിൽ 3-ാമത്തെ ദിവസമായപ്പോൾ ഞായറാഴ്ച ദിവസം, പ്രത്യേകിച്ച് ഹോളിഡേ ഞായർ, ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ വളരെയധികം നിരാശപ്പെടുത്തുന്ന കളക്ഷനാണ്. 75 ലക്ഷം രൂപ മാത്രമേ ഇത് കളക്ട് ചെയ്യാൻ പറ്റൂ. 1 കോടി പോലും തികഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ 3,55 ലക്ഷത്തിലേക്ക് കേരള കളക്ഷൻ എത്തുന്നു. വൈഡായിട്ട് ഈ ചിത്രം എത്തിയിരിക്കുന്ന 6 കോടി രൂപയാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് 4,05 ലക്ഷവും ഓവർസീസ് കളക്ഷനായിട്ട് 1,95 ലക്ഷവുമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഓവർസീസ് കളക്ഷനൊക്കെ വളരെ നിരാശ നൽകുന്ന കളക്ഷൻ തന്നെയാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും, ഓസ്ട്രേലിയ, USA എന്ന് വേണ്ട മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഈ ചിത്രം റിലീസ് ചെയ്തായിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും തന്നെ മെച്ചപ്പെട്ട കളക്ഷൻ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ 6 കോടിയിലേക്ക് ഈ ചിത്രം വന്നു നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. ഞായറാഴ്ച ദിവസം എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തിന് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന്. കാരണം 24 മണിക്കൂർ ബുക്കിംഗ് ട്രെൻഡിങ്ങിൽ പോലും ഈ ചിത്രം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വമ്പൻ പരാജയത്തിലേക്ക് ചിത്രം മാറുന്നു. ഈ ദൈർഘ്യം കുറയ്ക്കുന്നത് ചിത്രത്തിന് ഗുണമാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇതൊക്കെ തന്നെയാണ് സിനിമാ സംബന്ധമായ വാർത്തകൾ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ, ബൈ.